എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം പൗലോസിനോട് ബില്ലെല്ലാം ചോദിച്ച് അലീന കാര്യങ്ങളൊന്നും അറിയാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് കടയിൽ പോകണം എന്ന് പറഞ്ഞ് ആൻ്റപ്പച്ചേട്ടനെയും കൂട്ടി കടയിലേക്ക് പോവുകയാണ് പൗലോസും ബൈജുവും കൂടി. അപ്പോഴേ ചെറിയൊരു കളത്തരമൊക്കെ മണക്കുന്നുണ്ട് അലീനയ്ക്ക്. അലീനയൊന്നും മിണ്ടുന്നില്ല. ഏതായാലും ഈ രീതിയൊക്കെ കാണുന്ന ആൻ്റപ്പന് ചെറിയ സംശയം തോന്നുന്നുണ്ട്. ആൻ്റപ്പൻ പോകുന്ന വഴിക്ക് ബൈജുവിനോടും പൗലോസിനോടുമായിട്ട് പറയുന്നുണ്ട് എന്തോ കാര്യം വരാനിരിക്കുന്നുണ്ട്, അതുകൊണ്ടൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ കടയിൽ പോയിട്ട് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഓരോ സാധനങ്ങളും അകത്തുകൊണ്ട് വെച്ചതിന് ശേഷം അലീന പൗലോസിനോട് ചോദിക്കുന്നുണ്ട് എന്തിയെ, ബില്ല് എന്തിയെ, അതുപോലെ മേടിച്ച സാധനങ്ങളിലെ ലിസ്റ്റ് എന്തിയെ എന്നൊക്കെ ചോദിക്കുവാണേ. അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല പൗലോസിന്. അതുകൊണ്ട് തന്നെ പൗലോസ് ബൈജുവിനോട് പറയുക, അവൾ ആരാ എന്നെ ചോദ്യം ചെയ്യാൻ, ഇവിടുന്ന് അങ്ങാണ്ട് വലിഞ്ഞു കയറി വന്നത്, എന്നിട്ട് എന്നെ ചോദ്യം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പൗലോസിനാണ് അലീനയെ ഒട്ടും ഇഷ്ടമല്ലാത്തത്. കാരണം അവിടെ ഏറ്റവും കൂടുതൽ കളത്തരം കാണിക്കുന്നതും പൗലോസാട്ടോ. അതുകൊണ്ടാണ്. ഏതായാലും സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം അലീന ബില്ല് ചോദിക്കും. അന്നേരം ബില്ലില്ല, പറ്റുബുക്കിൽ എഴുതുവാണ് ചെയ്യാറുള്ളത് എന്ന് പറയും. എങ്കിൽ പറ്റുബുക്ക് എന്തിയെ എന്ന് ചോദിക്കുമ്പോൾ പൗലോസ് പറയും ഇന്ന് പറ്റുബുക്ക് കൊണ്ടുപോകാൻ മറന്നുപോയി, അതുകൊണ്ടാണ് എന്ന്. അന്നേരം അലീന ചോദിക്കും ഇന്നലെ സാധനങ്ങൾ മേടിച്ചില്ലേ, അത് പറ്റുബുക്കിൽ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം അതും മറന്നുപോയി, എല്ലാം കൂടെ ഒരുമിച്ച് എഴുതിച്ചോളാം എന്ന് പറയുവാണ്. അന്നേരം അലീന ചോദിക്കും മറന്നു പോകില്ലേ എന്ന്. അല്ല, ഈ മറന്നു പോകില്ല, ഞാൻ എഴുതിച്ചോളാം എന്ന് പറയുമ്പം അലീന പറയും ആ പറ്റുബുക്ക് അങ്ങ് എടുത്തുകൊണ്ട് പോയി, എനിക്കൊന്ന് കാണണമെന്ന്. അങ്ങനെ അങ്ങനെ പറ്റുബുക്ക് എടുത്തുകൊണ്ട് കൊടുക്കുന്നു. അന്നേരം ഇന്നലെ സാധനങ്ങൾ മേടിച്ചു എന്ന് പറഞ്ഞില്ലേ, അതൊന്നും എഴുതിയിട്ടില്ല. അലീന ചോദിക്കും എന്തൊക്കെയാണ് സാധനങ്ങളാണ് മേടിച്ചത്, എത്രയാണ് മേടിച്ചത് എന്നൊക്കെ എന്നോട് പറഞ്ഞാൽ അങ്ങ് എഴുതിക്കോളാം എന്ന് പറയുവാണ്. അന്നേരം അരിയൊക്കെ 50 കിലോ മേടിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ കൊണ്ടുവച്ചേക്കുന്ന അരി കാണുമ്പം 50 കിലോ ഇല്ല എന്ന് അലീനയ്ക്ക് മനസ്സിലാകുന്നു. അതുപോലെ ഓരോ സാധനങ്ങളിലെയും അളവ് എത്രയാണ് മേടിച്ചത് എന്ന് അലീന ചോദിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നതായിട്ട് നോക്കുമ്പം അവിടെ മേടിച്ചുകൊണ്ട് വെച്ചേക്കുന്ന സാധനങ്ങളൊന്നും അത്രയില്ല എന്ന് അലീനയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അലീന പറയുവാണ് ഈ സാധനങ്ങളെല്ലാം തിരിച്ച് വണ്ടി കൊണ്ട് കയറ്റാൻ. അന്നേരത്തേക്ക് അങ്ങോട്ടേക്ക് വല്യപ്പച്ചനും വരും. പിന്നെ വല്യപ്പച്ചൻ ചോദിക്കും എന്താ മോളെ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം അല്ല, ഈ മേടിച്ചുകൊണ്ട് വെച്ചേക്കുന്ന സാധനങ്ങളൊന്നും പൗലോസേട്ടൻ പറഞ്ഞ് തൂക്കില്ല, കടക്കാർ നമ്മളെ പറ്റിച്ചോന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് നമുക്കൊന്ന് പോയി കടയിൽ പോയി അന്വേഷിക്കാം എന്ന് പറയുവാണ്. അപ്പോഴേ വല്യപ്പച്ചനെ കാര്യം പിടികിട്ടി. അന്നേരം വല്യപ്പച്ചൻ പറയും അത് കുഴപ്പമില്ല, നമുക്ക് പോകാം, ഞാനും കൂടെ വരാം എന്ന് പറയുക കേട്ടോ. അന്നേരം പെട്ടെന്ന് ഇനി പ്രശ്നമായാലോ എന്നോർത്ത് പൗലോസ് പറയുന്നുണ്ട് അതെ, ഇന്ന് മേടിച്ച അരി 50 കിലോ ഇല്ല, ഇന്നലത്തെ ഇന്നത്തെയും കൂടെ കൂട്ടി ഞാൻ ഒരുമിച്ച് പറഞ്ഞതാണ് എന്ന്. അന്നേരം അലീന ചോദിക്കും ഇതിനു മുമ്പ് 2-3 ദിവസം മുമ്പ് 35 കിലോ അരി മേടിച്ചല്ലോ, അതെന്തെന്ന് ചോദിക്കുമ്പം അത് കൊട്ടയിലുണ്ട്, ഇനിയിപ്പോൾ തീർന്നു പോയാലോ എന്നോർത്ത് ഞാൻ മേടിച്ചതാണ് എന്ന് പറയും. എന്നാൽ ആ അരി ഒന്ന് കാണിച്ചേ എന്ന് പറഞ്ഞാൽ അലീന അരി ഇട്ട് വെച്ചേക്കുന്ന പാത്രം പോയി നോക്കുമ്പോൾ അതിനകത്ത് 3-4 കിലോ അരി ഉള്ളൂ കേട്ടോ. അതായത് 3-5 ദിവസം കൊണ്ട് ഇവർ 3-4 പേര് തിന്ന് തീർത്തത് 19 കിലോയ്ക്ക് അടുത്തുള്ള അരിയാണ്. അന്നേരം തന്നെ അതിൻ്റെ അകത്ത് കള്ളത്തരം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അന്നേരം അലീന ഇങ്ങനെ സൂക്ഷിച്ച് പൗലോസിനെ നോക്കുമ്പോൾ പൗലോസിന് ആകെ ഒരു ടെൻഷൻ ആകുന്നുണ്ട്. വല്യപ്പച്ചനും കാര്യം മനസ്സിലായി. വല്യപ്പച്ചൻ പറയും എല്ലാം തട്ടി വണ്ടി കയറ്റിക്കോ, നമുക്ക് കടയിലേക്ക് തന്നെ പോകാമെന്ന്. അലീന അവിടുന്ന് പോകുമ്പോഴും പറയുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് സത്യം തുറന്നു പറയാനുള്ള അവസരമുണ്ട്, ഈ ഗേറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് വണ്ടി പോയി കഴിഞ്ഞാൽ ഈ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടില്ല എന്ന്. പൗലോസായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പം പൗലോസിനൊന്നും പറയാനില്ല. അതുപോലെ അലീന പോകുന്നതിന് മുമ്പ് ബൈജുവിൻ്റെയും അതുപോലെ പൗലോസിൻ്റെയും ഒക്കെ ഫോൺ മേടിച്ചെടുക്കും. ഇതിനിടയ്ക്ക് അങ്ങനെ വിളിച്ച് പറയുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അതിനനുസരിച്ച് കടക്കാരൻ സെറ്റ് ചെയ്യുമല്ലോ. അതുകൊണ്ട് ഫോണും മേടിച്ച് വെച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ കടയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നു. കടയിലേക്ക് ഇറങ്ങുന്നത് അലീനയാണ്. അവരോട് പറയും വണ്ടിയിൽ തന്നെ ഇരുന്നാൽ മതിയെന്ന്. അങ്ങനെ ഓരോ സാധനങ്ങളും കൊണ്ട് വെച്ചിട്ട് പോകാനാണ് പറയുന്നത്. കടയിൽ കയറ്റി അവർ വെച്ചിട്ട് വണ്ടി കയറിയിരിക്കും. അന്നേരം അലീന പറയും ഈ സാധനങ്ങളെല്ലാം ഒന്ന് തൂക്കി നോക്കണം, അതുപോലെ ഇന്ന് മേടിച്ച സാധനങ്ങളൊക്കെ പറ്റുബുക്കിൽ എഴുതിയിട്ടുണ്ടല്ലോ അതും ഒന്ന് കാണിക്കണമെന്ന് പറയും. അന്നേരം പറ്റൂക്കിൽ എഴുതിയേക്കുന്ന അങ്ങേര് കാണിക്കുന്നു. അന്നേരം അതും ഈ കൊണ്ടുവച്ചേക്കുന്ന സാധനങ്ങളായിട്ട് നല്ല വ്യത്യാസമുണ്ട്. തൂക്കി നോക്കുമ്പോൾ കുറവുണ്ട്. 50 കിലോ എന്ന് എഴുതിയേക്കുന്നിടത്ത് 35 കിലോ അരിയൊക്കെ ഉള്ളൂ. അന്നേരം അലീന ചോദിക്കും ഇതെന്താ ഇങ്ങനെ, നിങ്ങൾ എന്നെ തൂക്കത്തിൽ കളത്തരം കാണിച്ചാണോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ ചൂടാവുക, എനിക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല, നിങ്ങളുടെ പണിക്കാരായിരിക്കും പറ്റിച്ചത് എന്ന്. അന്നേരം വല്യപ്പച്ചൻ പറയും അതെ, ഞങ്ങളുടെ പണിക്കാർ ആ സൈസ് സാധനങ്ങളല്ല, അങ്ങനെ ഒരു പറ്റിയത് നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയണമല്ലോ എന്നൊക്കെ വല്യപ്പച്ചനും പറയുന്നുണ്ട്. അന്നേരം ഈ പെങ്കൊച്ച് ഏതാ എന്ന് ചോദിക്കും. അന്നേരം വല്യപ്പച്ചൻ പറയുന്നുണ്ട് സ്റ്റാൻലിയുടെ മോളാണ് എന്ന്. അന്നേരം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്ന് കടക്കാരൻ പറയുമ്പം വല്യപ്പച്ചൻ ചോദിക്കും എന്നെ കണ്ടിട്ടുണ്ടോ എന്ന്. അല്ല, എന്തോ ഒരു പരിചയം പോലെ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ മിണ്ടണ്ട എന്ന് പറയുന്നുണ്ട്. ഏതായാലും അവിടുന്ന് കള്ളത്തരം നടന്നിട്ടുണ്ട് എന്ന് അലീനയ്ക്ക് മനസ്സിലാകുന്നു. അതുപോലെ മറ്റ്
കടകളിലേക്കാളും കൂടുതൽ പൈസയാണ് ഓരോ സാധനങ്ങൾക്കും എഴുതി വെച്ചേക്കുന്നത്. അന്നേരം അലീന അത് ചോദിക്കുമ്പോൾ അങ്ങേര് പറയുവാണ്, ഞാൻ പുണ്യം കിട്ടാനല്ല കച്ചവടം നടത്തുന്നത്, വേണമെങ്കിൽ മേടിച്ചാൽ മതിയെന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ കള്ളത്തരമൊക്കെ പൊളിക്കാൻ എൻ്റെ പപ്പയോട് പറഞ്ഞാൽ മതി, പക്ഷേ ഞാൻ ഇപ്പോൾ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നേരെ ആ വണ്ടിയിൽ കയറി തിരിച്ചു പോരുന്നു. അന്നേരം പൗലോസിനോട് ചോദിക്കുന്നുണ്ട് അലീന, ഇനി ഇറച്ചിക്കടയിലും മീൻ കടയിലും ഒക്കെ ഞാൻ പോയി ചോദിക്കണോ? ഇത് തന്നെ ആയിരിക്കില്ല അവിടുത്തെ അവസ്ഥ എന്ന് ചോദിക്കുന്നു. പൗലോസിന് മിണ്ടാൻ പറ്റുന്നില്ല, കള്ളത്തരം പൊളിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ തിരിച്ചു വന്ന് കഴിയുമ്പം അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ പൗലോസിനോട്, എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കള്ളത്തരം കാണിക്കാൻ തോന്നുന്നു? നിങ്ങൾ അത്രത്തോളം വിശ്വസിക്കുന്നില്ലായിരുന്നു പപ്പ, എന്നിട്ടും എൻ്റെ പപ്പയുടെ സ്വത്തും സമ്പാദ്യമൊക്കെ ഇങ്ങനെ നശിപ്പിച്ച് കളയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത്? എങ്ങനെ ഇങ്ങനെ കള്ളത്തരം കാണിക്കാൻ നിങ്ങൾക്ക് തോന്നിയത് എന്നൊക്കെ ചോദിക്കുന്നു. അതുപോലെ തിരിച്ചും മറിച്ചും ചോദിച്ചു കഴിയുമ്പം അവർ കാര്യങ്ങളങ്ങ് സമ്മതിക്കുവാണ്. ബൈജു പറയുവാണ്, ഇങ്ങനെ പൈസ കൂട്ടി എഴുതുന്നതും അളവിൽ വെട്ടിപ്പ് കാണിക്കുന്നതും എല്ലാം കൂടി അവർ മാസാവസാനം വീതം വയ്ക്കും. 3 വീതം വയ്ക്കുന്നു. അതിൽ കടക്കാരന് 1% ഒരു ഭാഗവും കൊടുക്കും, ബാക്കി ഇവർ വീതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പം അലീന ചോദിക്കും, ആൻ്റപ്പച്ചേട്ടന് ഇതൊന്നും അറിയത്തില്ലേ എന്ന്. അന്നേരം ആൻ്റപ്പച്ചേട്ടന് കാര്യങ്ങളൊക്കെ അറിയാം, കണ്ണടയ്ക്കുന്നതിന് ഞങ്ങൾ മാസം അവസാനം ഒരു പൈൻറ്റ് മേടിച്ചു കൊടുക്കും എന്ന് പറയുന്നു. അലീനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അലീന അവരോട് പറയുവാണ്, ഇതിപ്പം ഞാൻ ആരോടും പറയുന്നില്ല, ഇനി മേലാൽ ഇത് ആവർത്തിച്ചാൽ ഇങ്ങനെ ആയിരിക്കുകയല്ല ഞാൻ പെരുമാറുന്നത് എന്ന് അലീന പറയുന്നു. അത് കഴിഞ്ഞ് അലീന ഇങ്ങ് പോയി കഴിയുമ്പം കൂടെ ചെല്ലും വല്യപ്പച്ചൻ. എന്നിട്ട് ചോദിക്കും, നമുക്കിത് സ്റ്റാലിനോട് പറയണ്ടേ എന്ന്. അന്നേരം അലീന പറയും, അതിൻ്റെ ആവശ്യമില്ല, ഒരു തവണ നമുക്ക് ക്ഷമിക്കാം. പിന്നെ അവർ കള്ളത്തരം കാണിച്ചതിന് അവരെ മാത്രം തെറ്റ് പറയാൻ സാധിക്കുകയില്ല. ഭണ്ഡാരപ്പെട്ടി തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ പോലും മോഷ്ടിക്കും, ഭഗവാൻ പോലും അതിൽ നിന്ന് കൈയിട്ട് വാരും എന്നാണ് ഒരു പഴഞ്ചൊല്ല്. അവർക്ക് മോഷ്ടിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തത് പപ്പയല്ലേ, അതുകൊണ്ട് നമുക്ക് അവരെ മാത്രം തെറ്റ് പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. അന്നേരം വലിയപ്പച്ചൻ പറയുന്നുണ്ട്, അവൻ്റെ തോട്ടത്തിൽ ഇതിനേക്കാൾ വലിയ വെട്ടിപ്പ് നടക്കുന്നുണ്ടായിരിക്കുമെന്ന്. അന്നേരം അലീന പറയും, പെട്ടെന്ന് വേണ്ട, നമുക്ക് അതും കണ്ടുപിടിക്കാം, പിന്നെ ആരെയും പിണക്കണ്ട, നമുക്ക് അവരെയും നമ്മുടെ കൂടെ തന്നെ ചേർത്ത് നിർത്തണം, കള്ളത്തരം ഉണ്ടെങ്കിൽ അത് തിരുത്തുവാണ് വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് വലിയപ്പച്ചനെ. കാരണം ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അതിൻ്റേതായ രീതിയിൽ ഡീൽ ചെയ്യാനും അലീനയ്ക്ക് അറിയാലോ എന്നോർത്ത്. അത് കഴിഞ്ഞാൽ അലീന ആൻ്റപ്പൻ്റെ അടുത്ത് ചെല്ലും. എന്നിട്ട് പറയും, ആൻ്റപ്പച്ചേട്ട ഒന്ന് കണ്ണടച്ച് നിൽക്കാൻ പറയും. കണ്ണടച്ച് നിന്ന് കഴിയുമ്പം കയ്യിലേക്ക് കുറച്ച് പൈസ വെച്ച് കൊടുക്കും. അത് കഴിയുമ്പം കണ്ണു തുറന്ന് കഴിയുമ്പോൾ ഇതെന്താ കുഞ്ഞ് എന്ന് ചോദിക്കുമ്പം അലീന ആൻ്റപ്പനോട് പറയുന്നുണ്ട്, ഇവിടുത്തെ കള്ളത്തരങ്ങളൊക്കെ കണ്ണടയ്ക്കാൻ വേണ്ടി അവർ മാസാവസാനം ഇതല്ലേ തന്നുകൊണ്ടിരുന്നത്, അത് ഞാൻ തരാം. ഇനി ഇവിടുത്തെ കള്ളത്തരങ്ങൾ ഇതുപോലെ നടക്കരുത്. എന്തോരം വിശ്വസിച്ചിട്ടുണ്ട് പപ്പ ആൻ്റപ്പച്ചേട്ടനെയൊക്കെ, എന്നിട്ട് ആൻ്റപ്പച്ചേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ അവരോടൊപ്പം കൂട്ടുനിന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആൻ്റപ്പന് ആകെ സങ്കടമാവും. കുഞ്ഞ്, ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല, ഇതൊന്നും കേണൽ സാബിനോട് പറയരുത്, എനിക്ക് അത് സഹിക്കാൻ പറ്റില്ല, പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുമ്പം അലീന ആൻ്റപ്പനോടും ക്ഷമിക്കുന്നു. ആൻ്റപ്പന് ഭയങ്കര സങ്കടമായിപ്പോൾ കേട്ടോ, കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഏതായാലും ഏകദേശം എല്ലാ കാര്യങ്ങളും അങ്ങ് സെറ്റാക്കി അലീന. പക്ഷേ പൗലോസിന് മാത്രം ഇതങ്ങ് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവൻ പിറ്റേ ദിവസം രാവിലെ പാണ്ടക്കെട്ടും പെറുക്കി സ്റ്റാൻലിയുടെ അടുത്ത് ചെല്ലും. അന്നേരം, എന്താ പൗലോസേ, നീ പോവുകയാണോ എന്ന് ചോദിക്കുമ്പം, അല്ല, എനിക്ക് വീട് വരെ ഒന്ന് പോകണമെന്നുണ്ട്, പോയിട്ട് ഞാൻ തിരിച്ചു വരാമെന്ന് പറയും. അതെന്താ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എന്ന് ചോദിക്കുമ്പം, അല്ല, വീട് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്, എനിക്ക് ഇത്തിരി പൈസയുടെ ആവശ്യമുണ്ട് എന്ന് പറയുമ്പം 10,000 രൂപ സ്റ്റാൻലി പൈസയായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന പൗലോസിനോട് ബൈജു ചോദിക്കും, പോവുകയാണോ, പോയിട്ട് ഇനി തിരിച്ചു വരില്ലേ എന്ന്. അന്നേരം, ഞാനിനി തിരിച്ചു വരുമൊന്നുമില്ല, എൻ്റെ പട്ടി പോലും വരത്തില്ല, ഇനിയാണ് എൻ്റെ വില അയാൾ അറിയാൻ പോകുന്നത് എന്ന് പറയുവാണ്. സ്റ്റാൻലിയനാട്ടോ ഉദ്ദേശിച്ചത്. അങ്ങനെ പൗലോസ് പണി തീർത്തി അങ്ങ് പോകുന്നു. അന്നേരം ബൈജു പറയുന്നുണ്ട്, ഇതുവരെ കേണൽ സാബ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഇനി അറിയുമ്പം ഞങ്ങളെ ചോദ്യം ചെയ്യുമായിരിക്കും, അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ആകെ ടെൻഷനാണ് എന്ന് ബൈജു പറയുന്നുണ്ട്. പക്ഷെ അലീന പറയുന്നില്ലല്ലോ, എന്തെങ്കിലും അലീന പറയും എന്നുള്ളൊരു പേടി അവരുടെ എല്ലാം മനസ്സിൽ കിടക്കുന്നത് നല്ലതാണ്. അങ്ങനെ അത്രയും വലിയൊരു കള്ളത്തരം അലീന അവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്.